പണ്ടുകാലം മുതലേ ഒരുപാട് ആളുകളെ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചൊവ്വാദോഷം. ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ ജാതകത്തിൽ നോക്കി ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിന് ചൊവ്വാദോഷം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 വയസ്സാകുന്നതിന് മുൻപ് തന്നെ ആ മാതാപിതാക്കൾക്ക് ആശങ്കയാകും, പേടിയാകും. വിവാഹ സമയമാകുമ്പോൾ ഇതേപോലെ ദോഷമുള്ള ഒരു ജാതകം കിട്ടുമോ ഇല്ലയോ എന്ന്. സത്യത്തിൽ ജ്യോതിഷമൊക്കെ പഠിച്ച് വെളിയിൽ വന്ന ആ ഒരു കാലത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തിനാണ് ആളുകൾ ഇത്രയധികം ഇതിനെ വേവലാതിപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാദോഷം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ, ചൊവ്വാദോഷം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇല്ല എന്ന് മനസ്സിലാക്കാതെയുള്ള ഒരാശങ്കയാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് പോലും, ജ്യോതിഷം പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. അപ്പൊ ആദ്യമായിട്ട് രാശിചക്രത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ അവബോധം നമ്മൾക്ക് വേണം. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്ന മേടം, ഇടവൻ രാശികളുടെ ആ ക്രമം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആ രാശിചക്രത്തിലെ 12 രാശികളും 7 ഗ്രഹങ്ങൾക്കായിട്ട് വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഓഹരി കൊടുക്കുന്നത് പോലെ. ഒരച്ഛനും അമ്മയുമാണ് ചന്ദ്രനും സൂര്യനും എന്ന് നമ്മൾ കണക്കാക്കുക. അമ്മ ചന്ദ്രനാണ്, അച്ഛൻ സൂര്യനാണ്. അങ്ങനെ 5 മാതാപിതാക്കൾ ചേർന്നിട്ട് അവരുടെ 5 മക്കൾക്ക് ഓഹരി വെച്ച് കൊടുത്താൽ എങ്ങനെയിരിക്കും? അതുപോലെ. അപ്പോൾ അച്ഛനും അമ്മയും ഓരോ രാശികൾ കയ്യിൽ വെച്ചു. ബാക്കി 5 രാശികൾ ബുധൻ മുതൽ ശനി വരെയുള്ള ഓരോ ഗ്രഹങ്ങൾക്കും 2 രാശി എന്ന ക്രമത്തിൽ കൊടുത്തു. അങ്ങനെ 7 ഗ്രഹങ്ങൾക്ക് ചേർത്ത് 12 രാശികളുടെ ആധിപത്യം സിദ്ധിച്ചു. അപ്പൊ ഈ രാശി കിട്ടിയ ആൾക്കാരെയാണ് അതിന്റെ അധിപൻ എന്ന് പറയുന്നത്, രാശിയുടെ അധിപതി എന്ന് പറയുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പൊ ആ നിലയ്ക്ക് നമുക്കിവിടെ ഇനി നമ്മുടെ ബോർഡിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൃത്യമാകും. ഈ രാശിയാണ് ചന്ദ്രന് കൊടുത്തത്, ഈ രാശിയാണ് സൂര്യന് കൊടുത്തത്, ഈ രാശി മിഥുനം രാശിയും കന്നി ഇത് രണ്ടും ബുധന് കൊടുത്തു. അതിനിപ്പുറമുള്ള രാശി ശുക്രന് കൊടുത്തു. രണ്ട് സ്ഥലത്തും. ഇവിടെ ചൊവ്വ, ഇവിടെ ചൊവ്വ. ചൊവ്വയ്ക്ക് നമ്മൾ ചൊവ്വ എന്ന് എഴുതാറില്ല. ജാതകത്തിലൊക്കെ കു എന്നുള്ള ഒരു അക്ഷരം കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കുജൻ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ്. പിന്നെ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, അതിന് 2 രാശികൾ. പിന്നെ അടുത്തടുത്തുള്ള 2 രാശികൾ ശനിക്ക്. ഇതാണ് രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ അധിപന്മാരുടെ ക്രമം. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചത്, ഇതിലെ ചില രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ ദോഷകാരിയേ അല്ല. അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഈ കു എന്നെഴുതിയ 2 രാശികൾ കണ്ടല്ലോ. ഒന്ന് മേടമാണ്, ഒന്ന് വൃശ്ചികമാണ്. ഈ 2 രാശികളിലാണ് നിങ്ങളുടെ ജാതകത്തിൽ കു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പിന്നെ ആ ജാതകത്തിൽ ചൊവ്വ ദോഷമേ ഇല്ല. കാരണം ഈ 2 രാശികളും ചൊവ്വയുടെ സ്വന്തം രാശികളാണ്. ആ രാശികൾ ജനിക്കുന്നവർക്ക് ചൊവ്വ ഒരു കാരണവശാലും ദോഷം ചെയ്യില്ല. ഇതേപോലെ ഈ ചൊവ്വയ്ക്ക് ഏറ്റവും കൂടുതൽ ബലമുണ്ടെന്ന് കരുതപ്പെടുന്ന രാശിയാണ് മകരം. ഈ രാശിയിൽ അടയാളപ്പെടുത്തിയാലും, അതുപോലെ ചൊവ്വയുടെ നീചരാശി എന്നൊരു രാശിയുണ്ട്, കർക്കിടക രാശിയാണത്. ഈ 2 രാശികളിലാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ കു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ ജാതകത്തിലും ചൊവ്വാദോഷമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ, ഇത് കു എന്ന് അടയാളപ്പെടുത്തുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതല്ലാതെ നമുക്ക് ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി എങ്ങനെ കണക്കാക്കുന്നു കൂടി പറഞ്ഞു തരാം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലഗ്നം എന്ന ബിന്ദുവാണ്, അല്ലെ ആ രാശിയാണ്. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ജനന സമയത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു രാശിയാണ്. അപ്പോൾ ഇവിടെ ഈ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മേടം രാശിയിലോ കർക്കിടകം രാശിയിലോ ചിങ്ങം രാശിയിലോ വൃശ്ചികൻ രാശിയിലോ ആണെങ്കിൽ, ഇത് ഞാൻ ചൊവ്വയുടെ കാര്യമല്ല പറയുന്നത്, ലഗ്നം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ 4 രാശികളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ആ വ്യക്തികൾക്ക് ചൊവ്വാദോഷം സംഭവിക്കുകയില്ല. അതിന്റെ കാരണം കൂടി പറയാം. ഈ 2 രാശികൾ ചൊവ്വയുടെ സ്വന്തം രാശികളാണ്. അപ്പൊ ആ രാശിയിൽ ജനിക്കുന്നവരെ ചൊവ്വ ഒരിക്കലും ദ്രോഹിക്കില്ല, സംരക്ഷിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ കർക്കിടകം ചിങ്ങം ഈ 2 രാശികൾക്ക് ചൊവ്വ യോഗകാരകനാണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടവം തുലാം രാശികൾക്ക് ശനിയെ യോഗകാരകൻ എന്ന് പറഞ്ഞതുപോലെ ഈ കർക്കിടകം ചിങ്ങം ഈ 2 രാശികൾക്കും ചൊവ്വ യോഗകാരകനാണ്. അതുകൊണ്ട് ആ രാശിയിൽ ജനിക്കുന്നവർക്ക് ചൊവ്വ എവിടെ നിന്നാലും ദോഷം ചെയ്യില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് പലരും ഈ ചൊവ്വ നിൽക്കുന്നത് നോക്കിയിട്ട് ദോഷം പറയുന്നത്. അപ്പൊ ഈ 2 രാശികളിൽ എവിടെയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 7, 8, 2, 4, 12 ഈ രാശികളിലൊക്കെ ചൊവ്വ നിൽക്കുന്നതിനാണ് നമ്മൾ ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞാൽ 2, 4, 7, 8, 12 ഈ രാശികൾ ലഗ്നത്തിൽ നിന്നും ഇത്രയും രാശികൾ നിൽക്കുമ്പോഴാണ് ചൊവ്വയ്ക്ക് ദോഷമുള്ളതായിട്ട് പറയുന്നത്. അപ്പൊ ഈ ലഗ്നം ഇങ്ങനെയാണെങ്കിൽ
ഇതിന്റെ ഈ 2-ൽ നിന്നാലും ശരി, 4-ൽ നിന്നാലും 7-ൽ നിന്നാലും 8-ൽ നിന്നാലും ഒന്നും തന്നെ ദോഷം കണക്കാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് നമുക്ക് മേടൻ രാശിക്കാൻ ലഗ്നമാണെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ ചൊവ്വ നിന്നാൽ 2-ൽ ചൊവ്വ നിൽക്കുന്ന ദോഷമുണ്ട്. പക്ഷേ ഇത് കണക്കാക്കാൻ പാടില്ല. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്നത് ഈ ലഗ്നത്തിന്റെ അധിപതിയാണ്. അത് എവിടെ നിന്നാലും ദോഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ചൊവ്വയെ നമുക്ക് മാറ്റി 4-ലേക്ക് അടയാളപ്പെടുത്താം. ഇത് ഏത് തരത്തിലായാലും, ഞാൻ രണ്ടാമത് കാണിച്ചതായാലും ആദ്യം കാണിച്ചതായാലും, ഇവിടെ ചൊവ്വ നിന്നാൽ ദോഷമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇത് ലഗ്നാധിപനായതുകൊണ്ട് അത്തരത്തിലും ഇവിടെ ദോഷമുണ്ടാകുന്നില്ല. ഇവിടെ ചൊവ്വ നിൽക്കുമ്പോൾ 7-ലാകും, അപ്പോഴും ദോഷമില്ല. ഇവിടെ നിൽക്കുമ്പോൾ 12-ലാകും, അപ്പോഴും ദോഷമില്ല. അപ്പോ മേടം ലഗ്നക്കാർക്ക് ചൊവ്വ എവിടെ നിന്നാലും ദോഷം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അതാണ്. ഈ ലഗ്നമാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതിന്റെ 7ആയിട്ടുള്ള ഈ രാശിയിൽ നിന്നാലും ഇവിടെ നിന്നാലും ഒന്നും തന്നെ ചൊവ്വയ്ക്ക് 7-ലും 8-ലും നിൽക്കുന്ന ദോഷം പറയാനേ പാടില്ല. ഈ രാശികൾക്കും അതുപോലെ തന്നെയാണ്. ഇതിന്റെ 7-ലോ 8-ലോ ഒക്കെ ചൊവ്വ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ദോഷമായിട്ട്, ചൊവ്വ ദോഷമായിട്ട് പറയാൻ പാടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ ഭാര്യാനാശം അല്ലെ ഭർത്തൃനാശം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ചൊവ്വ ദോഷങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ദോഷം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. മറ്റുള്ള അപചയങ്ങൾ ഉണ്ടാവാം വ്യക്തി സംബന്ധിച്ചിടത്തോളം. ചൊവ്വ ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ വിവാഹത്തിന് ആലോചിക്കേണ്ട ചൊവ്വാദോഷം കണക്കാക്കുമ്പോൾ ഈ പറഞ്ഞ രാശികൾക്കൊന്നും ചൊവ്വാദോഷം കണക്കാക്കേണ്ടതേ ഇല്ല. അപ്പോൾ ശരിക്കും ചൊവ്വാദോഷം ആർക്കാണ് പിന്നെ ബാധിക്കുക എന്ന് നിങ്ങൾക്കൊരു ആലോചന വരാം. അത് ബുധന്റെ രാശികളിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് കടുത്ത ദോഷമുണ്ടാക്കും. കാരണം ബുധനെ ശത്രുഗ്രഹമായിട്ട്, ഒരു എതിരാളിയായിട്ട് കണക്കാക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പൊ ആ ബുധന്റെ രാശികളായിട്ടുള്ള മിഥുനം, കന്നി ഈ രാശികളിൽ ജനിക്കുന്നവർക്കാണെങ്കിലും ശരി, ചൊവ്വ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും ശരി, അത് നമുക്ക് ദോഷമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ചൊവ്വ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, ലഗ്നരാശി ധനു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ ഇത് 7 ചൊവ്വയായി. ഈ 7 ചൊവ്വ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ദോഷമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ശത്രുഗ്രഹമായിട്ടുള്ള ബുധന്റെ ക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. പക്ഷെ ഇതിന് തന്നെ ഒരു കാര്യം ആലോചിക്കണം, 8-ലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ചൊവ്വദോഷമില്ല. കാരണം കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ദോഷമില്ല, അത് കണക്കാക്കണം. ഇനി അതേപോലെ വേറൊരു രാശി മാറ്റി കാണിക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ലഗ്നമാകുന്നു വിചാരിക്കുക, ചൊവ്വ ഇവിടെ നിൽക്കുന്നു, അപ്പോഴും 7-ലായി. ഇതും നമുക്ക് ദോഷമായിട്ട് കൽപ്പിക്കാം. പക്ഷെ ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട്. എന്താണ്? ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ എവിടെയും ദോഷം ചെയ്യുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 9ആയിട്ട് വരുന്ന വൃശ്ചികൻ രാശിയുടെ അധിപതിയാണ് ചൊവ്വ. അപ്പോൾ ഈ ഇവിടെ മിഥുനത്തിൽ നിന്ന പോലെയുള്ള ദോഷം ഇവിടെ ഉണ്ടാക്കില്ല എന്നർത്ഥം. ഇനി നമുക്ക് വേറെ വ്യാഴത്തിന്റെ അല്ലാത്ത രാശികളിലേക്ക് നോക്കാം. ഇവിടെ ലഗ്നമാണെന്ന് വിചാരിക്കുക, ശനിയുടെ രാശിയാണ്, കുംഭരാശിയാണ്. ഈ കുംഭരാശിയിൽ ലഗ്നമായിട്ട് വരുമ്പോൾ ചൊവ്വ നിൽക്കുന്നത് ഇവിടെയാണെന്ന് കരുതുക. ഇത് ഏതാണ്ട് ശരിക്കും ദോഷകരമായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. ശരിക്കും ചൊവ്വാദോഷം ഉള്ളതായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. കാരണം ഇവിടെ ഈ നിൽക്കുന്ന രാശി, അതായത് ലഗ്നം എന്ന് പറയുന്ന രാശി, അത് ശനിക്ക് അവകാശപ്പെട്ട രാശിയാണ്. ഈ ശനി ചൊവ്വയെ ശത്രുവായിട്ട് കണക്കാക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൂടാതെ ഈ നിൽക്കുന്ന രാശിയും ഇതേപോലെ ഒരു ശത്രുഗ്രഹത്തിൻ്റെതാണ്. ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ആ നിലയ്ക്ക് ആ ഗ്രഹങ്ങളുടെ ബന്ധം പരിശോധിക്കുമ്പോൾ അത് ആശ്വാസ്യമാവാൻ ഇടയില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു ദോഷമായിട്ട് കണക്കാക്കാം. ഇങ്ങനെ വളരെ അപൂർവം കാര്യങ്ങളിൽ മാത്രമാണ് ചൊവ്വാദോഷം ബാധകമാകുന്നത്. അപ്പോൾ അങ്ങനെ ആ ബാധകമാകുന്നതല്ലാതെ ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും രാശികൾ എടുത്തപ്പോൾ നമുക്ക് ആകെ 2-3 രാശികളിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ദോഷം മനസ്സിലാവുന്നത്, അല്ലേ? അതേപോലെ ചൊവ്വ നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശികളാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും വ്യാഴത്തിന്റെ രാശികളാണ്. ഇവിടെ എവിടെയെങ്കിലും ചൊവ്വ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ബന്ധുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാശികളിൽ നിൽക്കുമ്പോൾ ചൊവ്വ ചെയ്യുന്ന ദോഷത്തിന്റെ അളവ് വളരെ പരിമിതമാണ്. ഇപ്പൊ വലിയ കടുത്തൊരു ചൊവ്വാദോഷവും ഇവിടെ പറയാനില്ല. ഉദാഹരണത്തിന് ഇവിടെ ലഗ്നമായി എന്ന് വിചാരിക്കുക, ഇത് ശത്രുവായിട്ടുള്ള ചൊവ്വയ്ക്ക് ശത്രുവായിട്ടുള്ള ഗ്രഹത്തിന്റെ ക്ഷേത്രമാണ് ലഗ്നമായിട്ട് വന്നതെങ്കിൽ പോലും ചൊവ്വ നിൽക്കുന്നത് അതിന് ബന്ധുവായിട്ടുള്ള ഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ദോഷം ഇല്ല എന്നുള്ളതല്ല, കാര്യമായിട്ട് കുറവ് വരും ദോഷത്തിന്. ഈ രീതിയിൽ ആനുപാതികമായിട്ടൊക്കെ ഉള്ള ദോഷം കൽപ്പിക്കാതെയാണ് പലരും ഈ വല്ലാണ്ട് ആശങ്കപ്പെടുന്നതും വേവലാതിപ്പെടുന്നതും ചൊവ്വാദോഷമുള്ള ജാതകങ്ങൾക്കായിട്ട് ഓടിച്ചാടി നടക്കുന്നതുമൊക്കെ. അതേപോലെ ശുക്രന്റെ രാശികളായിട്ടുള്ള ഇടവം, തുല, ഈ രാശികൾ പരിശോധിക്കൂ. ഇവിടെ ലഗ്നത്തിന്റെ
ഏഴായിട്ട് വരുന്ന വൃശ്ചികമാണ്, അതിന്റെ അധിപതി ചൊവ്വയാണ്. ഇവിടെ ലഗ്നത്തിന്റെ ഏഴായിട്ട് വരുന്ന മേടമാണ്, അതിന്റെ അധിപതി ചൊവ്വയാണ്. അപ്പൊ ഈ രണ്ട് രാശികളാണെങ്കിലും, ഈ രണ്ട് രാശികൾ ലഗ്നമാവുകയാണെങ്കിലും ഏഴാം ഭാവാധിപതിയായിട്ട് വരുന്നത് ചൊവ്വയാണ്. ഏഴാം ഭാവാധിപതിയായിട്ട് വരുന്ന ചൊവ്വ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും അത് ദോഷം ചെയ്യില്ല, വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ഭാര്യനാശമോ ഭർത്തനാശമോ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. ഇനി അടുത്തത് ശനിയുടെ രാശികളായിട്ടുള്ള മകരം പറഞ്ഞില്ല, കുംഭം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. മകരം രാശി ലഗ്നമാവുകയാണെങ്കിൽ ഇവിടെ 7 നിൽക്കുന്ന ചൊവ്വ ദോഷകാരിയാകുന്നില്ല. 8 നിൽക്കുന്നവർ വേണമെങ്കിൽ സ്ത്രീകളുടെ ജാതകത്തിൽ നേരിയ ദോഷം കൽപ്പിക്കാം. ലഗ്നം തുടങ്ങി ഏത് ഭാവത്തിന്റെ അധിപതികളാണെങ്കിലും ശരി, അത് ആ ഭാവത്തിന് ദോഷം ഒരിക്കലും ഉണ്ടാക്കില്ല. അതേപോലെ ഇവിടെ ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ച രണ്ട് രാശികളുടെയും ഏഴാം ഭാവാധിപതിയായിട്ട് വരുന്നത് ചൊവ്വയായതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ ഭാര്യാനാശമോ ഭർത്തൃനാശമോ ചൊവ്വ ഉണ്ടാക്കില്ല. മറിച്ച് ആ ഏഴാം ഭാവത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ചൊവ്വയ്ക്കാകുന്നു. അപ്പൊ ഇങ്ങനെ പലവിധ ഘടകങ്ങളെ നമ്മൾ നിരൂപിച്ച് വേണം ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനത്തിൽ എത്തേണ്ടത്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പലരും വേവലാതിപ്പെടേണ്ടതും ആശങ്കപ്പെടേണ്ടതുമായിട്ട് വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ചൊവ്വാദോഷം എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ വെപ്രാളം പിടിക്കാതെ ഇതേപോലെ നമ്മൾക്ക് തന്നെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ഘടകങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജാതകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ചൊവ്വാദോഷം ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കേണ്ടതുമില്ല. ചൊവ്വാദോഷം പരിശോധിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്, അതുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീയുടെ ജാതകത്തിലാണ് 7-ലും 8-ലും ചൊവ്വ നിന്നാൽ ദോഷമുള്ളത്. പുരുഷന്റെ ജാതകത്തിൽ 7-ൽ ചൊവ്വ നിന്നാൽ മാത്രമേ ദോഷമുള്ളൂ. അപ്പോൾ പുരുഷന്റെ ജാതകത്തിൽ 8-ൽ നിൽക്കുന്ന ചൊവ്വ അയാളുടെ തന്നെ ആയുസ്സിനാണ് ദോഷം, അല്ലാതെ അയാൾ വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെ ആയുസ്സിനല്ല ദോഷമുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതായത് സ്ത്രീയുടെ ജാതകത്തിൽ 8-ൽ ചൊവ്വയുള്ള സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ 8-ലുള്ളത് ഒരിക്കലും ചേർത്ത് വയ്ക്കാൻ പാടില്ല. അത് രണ്ടർത്ഥത്തിലും ആ പുരുഷന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാകും. അതേപോലെ മറ്റൊന്ന്, 9ാമത്തെ രാശിയിൽ നമ്മൾ ലഗ്നം മുതൽ എണ്ണുമ്പോൾ 9ാമത്തെ രാശിയിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് 7-ലും 8-ലും നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് പരിഹാരമാകും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 9-ൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ 7-ലോ 8-ലോ ചൊവ്വയടക്കമുള്ള ഏത് പാപഗ്രഹം നിന്നാലും ആ പാപത്വം ഇല്ലാതെയാകും.